വേഗം വേഗം വേണം. വീട്ടിലുള്ള എല്ലാ ആഭരണങ്ങളും എടുത്ത് എന്റെ കയ്യിൽ തന്നേക്ക്. അതിനെല്ലാം ഞാൻ ഉടനെ തന്നെ ബാങ്ക് ലോക്കറിൽ വെച്ചേക്കാം. ഒരുപാട് പേരെ അവൻ ഇതിനകം കൊള്ളയടിച്ചു കഴിഞ്ഞു. ഈ നഗരത്തിൽ ആരും സുരക്ഷിതരല്ലാതായിരിക്കുന്നു. ആണോ? ഇപ്പൊ കൊണ്ടുവരാം. എല്ലാം ഇതിലുണ്ട്. നിങ്ങൾ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാ മതി. നീ വേഗം പോയി ആ കസേരയിൽ ചെന്നിരിക്കേ. ശരി. അല്ല, ഇത് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? എന്താന്ന് പറ. നിങ്ങൾക്ക് ശരിക്കും എന്താ സംഭവിച്ചത്? ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ശരിക്കുള്ള മുത്തശ്ശനല്ല, ഞാൻ ശരിക്കും ഒരു കള്ളനാണെന്നേ. നിങ്ങളുടെ ചെറുമകൻ ശിവയെ ഒരു പാഠം പഠിപ്പിക്കാനാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. അവൻ ടിവിയിൽ ഭയങ്കര വാചകടിയായിരുന്നില്ല, അതാ. ഓ ശിവ, 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 ഫെൻസിംഗ്. അവിടെ നിൽക്കുന്നു. ഇതെന്താ വില? ലഡ്ഡു സിംഗ്, എന്താ ഈ കാണിക്കുന്നത്? ഞാൻ മുത്തശ്ശനാണ്, ശിവയുടെ യഥാർത്ഥ മുത്തശ്ശൻ, അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശനല്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്നെ കുറിച്ച് ശരിക്കും അറിയാം. മര്യാദക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോ, അല്ലെങ്കിൽ ഇവനെ പിടിച്ചത് നന്നായി. പേടറാം, വേഗമായിട്ട് മാസ്ക് ഊര്. ആദ്യം എന്റെ മാസ്ക് ഇട്ടുകൊണ്ട് ജനങ്ങളുടെ അടുത്ത് കൊള്ളയടിച്ചു, പിന്നെ റാണാന്റെ മാസ്ക് ഇട്ട് കൊള്ളയടിച്ചു. എന്നിട്ട് ഇപ്പോഴോ നമ്മുടെ പ്രിയപ്പെട്ട മുത്തശ്ശന്റെ മാസ്ക് ഇട്ടുകൊണ്ടാണ് ജനങ്ങളെ കൊള്ളയടിക്കാൻ നോക്കിയിരിക്കുന്നത്. വേഗം ഊര്, അയാളുടെ മാസ്ക് ഊരാൻ. വേണ്ട 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 വേണ്ട. സാറേ, ഇങ്ങനെ മൂത്തവരുടെ മാസ്ക് ഊരി ദ്രോഹിക്കുന്നത് ഒരു വലിയ തെറ്റാണ് സാർ. ഇയാൾക്ക് കൂടുതൽ പ്രായമില്ല. ഇയാള് നമ്മുടെ മുത്തശ്ശനുമല്ല. ഇയാള് ജനങ്ങളെ കൊള്ളടിക്കുന്ന ഒരു കള്ളനാണ്, കള്ളൻ. ലഡ്ഡു സിംഗ്, എന്താ ഈ കാണിക്കുന്നത്? ഞാൻ മുത്തശ്ശനാണ്. ഞാൻ നിനക്ക് പാട്ട് പാടി കേൾപ്പിച്ചു തരാം. അതെ, ഞാൻ ശരിയായ മുത്തശ്ശനാണ്. ഹലോ ശിവ, ഒരു അജ്ഞാതൻ വീട്ടിലേക്ക് വന്ന എല്ലാ സ്വർണ്ണങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോയി. പെടരം സാറേ, വേഗം വാതിൽ തുറക്ക്. ഇതെന്റെ ശരിക്കുള്ള മുത്തശ്ശനാണ്. മുത്തശ്ശന്റെ വേഷത്തിൽ വന്നത് കള്ളനാണ്. അയാൾ എല്ലാ സ്വർണ്ണം മോഷ്ടിച്ചു. നിനക്കറിയോ, അവൻ എന്നെ പിടിക്കുന്നു പറഞ്ഞ ഭയങ്കര വാചകടിയായിരുന്നു. എന്നിട്ട് എന്തായി? അവന്റെ വീട്ടിലെ സ്വർണ്ണ എന്റെ അടുത്താ. സാറേ, എനിക്കൊരു തെറ്റ് പറ്റിയതാ. ഇനി ഒരിക്കലും ഞാൻ ഇതുപോലത്തെ തെറ്റ് ചെയ്യില്ല സാറേ. ഓരോരുത്തരുടെയും വേഷമിട്ട് ഞാനാണ് എല്ലാ സ്ഥലത്തും മോഷ്ടിച്ച കള്ളൻ. ഇതേതവനായി ചപ്പാത്തി മോന്ത? എന്റെ പേര് കളയാനുള്ളവൻ. ഇന്ന് വരെ എന്നെ ആരും പിടിച്ചിട്ട് പോലുമില്ല. എന്റെ പേരിന് കളങ്കമുണ്ടാക്കാൻ ഓരോരുത്തന്മാർ ഇറങ്ങും. എന്റെ പരിധിയിൽ മോഷണമോ? ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? പറഞ്ഞോ, നീ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പറ. നഗരത്തിന് പുറത്തൊരു പൊട്ട കിണറുണ്ട്, അതിനകത്ത് ഞാൻ എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നീ ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റേഷനിലത്തെ കോൺസ്റ്റബിളിലേക്ക് അങ്ങോട്ട് പോവാൻ പറ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവൻ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ അവിടുന്ന് തിരിച്ചെടുക്കണം. സാധനങ്ങളോ? അത് മൊത്തം എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. ഇവര് ഏത് സാധനം എടുക്കുന്ന കാര്യം പറഞ്ഞത്? ഞാൻ വേഷം മാറിയത് കണ്ടുപിടിക്കാൻ പോകുന്നു. ശിവ, ആ കോൺസ്റ്റബിളിനെ ഒന്ന് നോക്കി. അയാളെ കണ്ടിട്ട് എന്തൊരു സംശയം പോലെ. ലഡു സിംഗ് സർ, നിങ്ങൾ എത്ര കോൺസ്റ്റബിൾമാരെയായി നിർത്തിയിരിക്കുന്നത്? ആകെ 8 പേര്. അവരവിടെ നിർത്തിയിരിക്കുകയാണ്, അജ്ഞാത കള്ളനെ കണ്ടുപിടിക്കാനായിട്ടേ. പക്ഷെ അവിടെ 9 പോലീസുകാരാണല്ലോ ഉള്ളത്. ഒരാളപ്പ എവിടുന്നാ വന്നതാവോ? അപ്പൊ അയാൾ തന്നെയാണ് കള്ളൻ. നമ്മൾ പിടിച്ച കള്ളൻ ആരാന്ന് നോക്കാൻ വന്നിരിക്കുകയാണ്. കൂടാതെ മോഷ്ടിച്ച സാധനവും നോക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വിരിച്ച വലയിൽ അവൻ വീണിരിക്കുകയാണ്.
കോൺസ്റ്റബിൾസ് അറ്റൻഷൻ. ഓക്കെ കോൺസ്റ്റബിൾസ്, ഞാൻ വരുത്തിയത് 8 കോൺസ്റ്റബിൾസ് ആണ്. പക്ഷെ ഇപ്പൊ 9 കഴിഞ്ഞു. അതെങ്ങനെ സംഭവിച്ചത്? ലഡ്ഡു സിംഗിനെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? പറ, വേഗം പറഞ്ഞോ, നീ ആരാണെന്ന്. ഞാനാണ് ബഹ്റുബിയ കള്ളൻ. അല്ല, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളിൽ നിന്ന് പൊക്കാൻ പോവാ. എല്ലാവരും ഇയാളുടെ ധൈര്യം കണ്ടോ? ഇയാൾ എന്നെ പൊക്കിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്ന്. ഈ ലഡ്ഡു സിംഗിനെ പൊക്കിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്ന്. ഐ, ഇനി ഒന്ന് പറഞ്ഞു തന്നെ, ഇവിടുന്ന് നീ എങ്ങനെ എന്നെ പൊക്കി കൊണ്ടുപോന്ന്? ദാ ഇങ്ങനെ hands up. എനിക്ക് ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. എല്ലാവരുടെയും കയ്യിലുള്ള പേഴ്സും പണവും തന്നാ മാത്രം മതി. ദാ വെച്ചോളൂ. ഇതാ എന്റെ പേഴ്സ്. ഇതാ എന്റെ പേഴ്സ്. ഇതെന്റെതാ. ഇന്നാ അതെ അതെ, എന്റെ 1 മാസത്തെ ശമ്പളം മുഴുവനും ഈ പേഴ്സിനകത്താണുള്ളത്. ഇത് മുഴുവൻ എടുത്തോണ്ട് പോകരുതേ. ഈ മാസം പിന്നെ എങ്ങനെ ചെലവ് നടത്തും? വേണ്ട. ഏ കുട്ടി, മര്യാദക്ക് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അവനെ വേഗം പിടിക്കേ, അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ശിവ, ദാ വെള്ളം, വേഗം കണ്ണിലൊഴിച്ച് കഴുക്. ശിവ, നീ അയാളെ പിടിക്കാൻ പോയിക്കോ. നീ പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. താങ്ക് യു. അതെ, നീ എന്തായി കാണിക്കുന്നേ? നമ്മൾ രണ്ടുപേരും കൊക്കയിലേക്ക് വീഴും. നിർത്ത്, ജീപ്പ് നിർത്താനാ പറഞ്ഞേ. രണ്ടുപേരും വീഴില്ല, നിങ്ങൾ മാത്രം വീഴുള്ളൂ. ഞാൻ ജീപ്പിന്ന് ചാടാൻ പോവാണ്.
അല്ലെങ്കിൽ പോയത് അങ്ക് കല്ല് വേണമെന്നുണ്ടോ അല്ലെങ്കിൽ കുറ്റം സമ്മതിക്കുമോ? വേണ്ട, ഇനി എന്നെ കൊണ്ട് എണീക്കാനേ വയ്യ. ആദ്യത്തെ ദിവസം തന്നെ ഈ നാട് വിട്ട് പോയാ മതിയായിരുന്നു. നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി ഇപ്പൊ ഞാൻ തന്നെ ശരിക്കും ഒരു പാഠം പഠിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ജയിലിൽ പോകാൻ പോകുന്നത്. താങ്ക് യു ശിവ. നീ ശരിക്കും നല്ല ചങ്കൂറ്റത്തോടെയാണ് ഇവനെ പിടിച്ചത്. 3 cheers for ശിവ. ഹിപ്പ് ഹിപ്പ് ഹൂറേ. ഹിപ്പ് ഹിപ്പ് ഹൂറേ. എടാ കള്ള, ഇങ്ങനെ മിണ്ടാതിരിക്കല്ല, ഹൂറേ എന്ന് പറ. കൊള്ളാം, നിങ്ങൾ എന്നെ ജയിലിൽ കൊണ്ടുപോകും. ഇപ്പൊ പറയുന്നു ഞാൻ ഇവിടെ നിന്ന് ഹിപ്പ് ഹിപ്പ് ഹുറേ എന്ന് പറയണമെന്ന്. ഹിപ്പ് ഹിപ്പ് ഹുറേ.